NCPയിൽ തർക്കം മുറുകുന്നതിനിടെ തോമസ് കെ തോമസ് MLAക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ലഭിക്കുന്നു. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കാണാം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ പ്രതീക്ഷ വയ്ക്കുകയാണ് തോമസ് കെ തോമസ്. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. ഗുഡ് മോർണിംഗ് സലീം മാലിക്. തോമസ് കെ തോമസിന് എന്തായാലും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അദ്ദേഹത്തിന് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. പറയൂ. ഗുഡ് മോർണിംഗ്. ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് തോമസ് കെ തോമസിന് മന്ത്രിയാകുന്നതിലെ ഏറ്റവും അവസാനത്തെ പിടിവള്ളിയാണ് മുഖ്യമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. പക്ഷേ അത് എത്ര കണ്ട് ഫലത്തിൽ വരും, അതല്ലെങ്കിൽ അത് എത്ര കണ്ട് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതുമാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം നിലവിൽ NCPയിലെ മന്ത്രിമാറ്റത്തിലെ ഏറ്റവും വലിയ എതിർപ്പ് അത് പാർട്ടിക്കുള്ളിലോ അത് മന്ത്രി ശശീന്ദ്രനിൽ നിന്നോ അല്ല എന്നാണ് നമ്മൾ അറിയുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും അധികം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ആ ഒരു മുഖ്യമന്ത്രിയുടെ എതിർപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മന്ത്രി AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരുകയും ഒപ്പം മന്ത്രിയാകുന്നത് ചില കോണുകളിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള പരസ്യ പ്രസ്താവന ഉൾപ്പെടെ നടത്താൻ തയ്യാറായത്. മാത്രമല്ല CPIM-നുൾപ്പെടെ AK ശശീന്ദ്രനെ നിലവിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ തോമസ് കെ തോമസ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് തന്നെ AK ശശീന്ദ്രന് 2.5 വർഷവും തനിക്ക് 2.5 വർഷവും എന്നൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ശശീന്ദ്രൻ മന്ത്രിയാക്കിയത് എന്നുള്ളതാണ് തോമസ് കെ തോമസിൻ്റെ നിലപാട്. പാർട്ടിക്കുള്ളിലെ നിലപാട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി NCPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ട് പോലും സ്വന്തം പാർട്ടിയുടെ മന്ത്രിയെ തീരുമാനിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി നിലവിൽ ഉണ്ട്, ഈ NCPക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികൾ ആ പാർട്ടിയെ കാത്തിരിക്കുന്നുമുണ്ട്. PC ചാക്കോയ്ക്കെതിരെ AK ശശീന്ദ്രൻ പരസ്യമായ നിലപാടെടുത്തൊരു സാഹചര്യമുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഉറച്ച നിലപാടാണ് PC ചാക്കോയ്ക്ക്. പക്ഷേ അങ്ങനെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ശരത് പവാറിൻ്റെ ഉൾപ്പെടെ കത്ത് കിട്ടിയിട്ട് പോലും അങ്ങനെ ഒരു മന്ത്രിയാക്കാൻ കഴിയാത്ത സാഹചര്യം എന്ത് എന്ന് മുഖ്യമന്ത്രിയോട് തന്നെ തോമസ് കെ തോമസ് ചോദിക്കും. അപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ എതിർപ്പുൾപ്പെടെയുള്ളവ പരസ്യമായി തന്നെ തോമസ് കെ തോമസിനോട് പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണിയിൽ നിന്നുള്ള 2 MLAമാരെ കോഴ കൊടുത്ത് കൂറുമാറ്റി അജിത് പവാർ വിഭാഗത്തിനൊപ്പം എത്തിക്കാം എന്ന് തോമസ് കെ തോമസ് പറഞ്ഞതായ ഒരു വലിയ ആരോപണമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ കൂടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാഞ്ഞ മുഖ്യമന്ത്രി ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ഇത് മുഖ്യമന്ത്രി തന്നെ ആദ്യം തന്നെ അറിയുകയും ചെയ്തു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വലിയ വിമർശനം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. അതിന് പിന്നാലെയാണ് NCPയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ സംബന്ധിച്ച് മാത്രമല്ല മുഖ്യമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. അതിനപ്പുറം NCPയെ സംബന്ധിച്ചിടത്തോളം ആ NCP വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ളത് കൂടി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അറിയാൻ കഴിയൂ. SKN നമുക്കൊപ്പം സലീം മാലിക്കാണ് ചേർന്നത്.